Welcome to Ladino, Junior Instructor ACD. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി മോഡ്യൂൾ 4-ൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫ്രിക്ഷൻ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഏരിയ ഓഫ് കട്ട് സർഫേസസ്, അതേപോലെ തന്നെ ആൾജിബ്ര. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, friction is a options non-contact force, B contact force, C magnetic force and D electrostatic force. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സർഫേസ് മറ്റൊരു സർഫേസിന്റെ മുകളിൽ when it tend to move അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. Second question, whenever the surface in contact tend to move with respect to each other, the force of friction comes into play. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ ആണ്. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Only if the objects are solid, only if one of the two objects is liquid, only if one of the two objects is gaseous, irrespective of whether the objects are solid, liquid or gaseous. അതായത് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു ഒരു സർഫേസ് മറ്റൊരു സർഫേസിൽ കോണ്ടാക്റ്റിൽ വന്ന് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ടെൻഡ് ടു മൂവ് ചെയ്യുന്ന സമയത്താണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ അവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ അത് സോളിഡിന്റെ കേസിലാണെങ്കിലും ലിക്വിഡിന്റെ കേസിലാണെങ്കിലും ഗ്യാസിന്റെ കേസിലാണെങ്കിലും ഏതൊരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ ആണ് കൊടുക്കുക? ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, limiting friction of a body depends on area of contact of surfaces, the volume of the smaller body on larger surface, nature of surfaces and periphery of the contact surface. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഒരു ബോഡിയിലെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണെന്നാണ് ചോദിക്കുന്നത്. ഏരിയ, അതായത് കോണ്ടാക്ട് സർഫേസിന്റെ ഏരിയ ആണോ അല്ലെങ്കിൽ അതിന്റെ വോളിയത്തിലാണോ? ഇപ്പൊ സ്മോളർ ബോഡിയുടെ അല്ലെങ്കിൽ ലാർജർ ബോഡിയുടെ ആ ഒരു വോളിയത്തിലാണോ, അത് അല്ല സർഫേസിന്റെ നാച്ചർ ആണോ, അതോ പെരിഫറി ഓഫ് ദ കോണ്ടാക്ട് സർഫേസ് ആണോ എന്നാണ്. ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചർ ഓഫ് സർഫേസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, what kind of substances are known as lubricants? എന്താണ് നമ്മൾ lubricants എന്ന് പറയുന്നത്? Options increase friction, decrease friction, increase or decrease friction, none of these. അപ്പൊ നമുക്കറിയാം lubricants നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം, മെഷീൻസിലും ഒക്കെ. അപ്പോ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കുന്നതാണ്. ഡിക്രീസ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്നത്. അതേ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത. ലൂബ്രിക്കൻസ് ഇൻക്രീസ് ഫ്രിക്ഷൻ, റെഡ്യൂസ് ഫ്രിക്ഷൻ, ബോത്ത് എ ആൻഡ് ബി ആൻഡ് നൺ ഓഫ് ദ അബോവ്. സോ സെയിം തന്നെയാണ്, ദാറ്റ് ഈസ് ലൂബ്രിക്കൻസ് reduce friction. Okay, option B is the correct answer. Important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, the angle of friction. Angle of friction definition ആണ് ചോദിക്കുന്നത്. The force of friction when the body is in motion. Option B, the ratio of the friction and the normal reaction. Option C, the force of friction at which the body is just about to move. And option D, the angle between the normal reaction and the resultant of normal reaction and limiting friction. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ ലെക്ചർ എടുത്തപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അതിന്റെ ഫിഗർ വരച്ചിട്ട് തന്നെ കാണിച്ചതായിരുന്നു. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇപ്പൊ പറഞ്ഞ ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെ ടാൻജന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? കൈനറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ നോട്ട് ചെയ്യുക, ദാറ്റ് ഇസ് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് ഡെഫിനിഷൻ ബേസ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ കുറെ ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ട് പോകുമ്പോൾ നമുക്ക് കുറെ അത് ഓർമ്മയുണ്ടാവും. Okay, next question, the point through which the whole weight of the body acts. ഒരു ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റ് വരുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഡെഫിനിഷൻ തന്നെ അതാണ്. സോ ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട്സ് ഈസ് കോൾഡ് ഇനേർഷ്യൽ പോയിന്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ആൻഡ് സെന്റർ പോയിന്റ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next one, where the center of gravity of a circle. ഒരു സർക്കിൾ ഉണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കുന്നതാണ്? At its center, anywhere on its radius, anywhere on its circumference, anywhere on its diameter. അപ്പൊ എവിടെയായിരിക്കും വരിക? അതിന്റെ സെന്ററിലാണ് സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരിക. ഓപ്ഷൻ എ is the correct answer. Question number 10, which of the following reason is incorrect reason for frictional losses in conduit? So incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്? For frictional losses, gradual change in flow direction, sudden contraction of the flow sections, sudden enlargement
of the flow cross section and due to irrotational flow of the molten metal. Conduit case lana frictional losses idoru korchu high level or application type question aanu. So it is incorrect aayittulla. The gradual change in flow direction, sudden contraction of the flow cross sections, sudden enlargement of the flow cross section, ഇതെല്ലാം frictional losses reason ആണ്. Due to irrotational flow of molten metal എന്നുള്ള ഓപ്ഷൻ ഡി ആണ് അതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള reason അല്ലെങ്കിൽ incorrect statement ആയിട്ട് നമുക്ക് പറയാം. Reason for frictional losses. Okay, so option D is the correct answer. Next one, center of mass and center of gravity of a rigid body. Center of mass എന്താണെന്നും center of gravity എന്താണെന്ന് പറയാം. ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോൺസൈഡ് ചെയ്യോ നെവർ കോൺസൈഡ് മേ ഓർ മേ നോട്ട് കോൺസൈഡ് വിത്ത് ഈച്ച് അതർ നൺ ഓഫ് ദീസ്. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഈ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം പോയിന്റിൽ വരുന്ന കേസുകളുണ്ട്. അപ്പൊ നമുക്ക് ഓൾവേസ് നോ നെവർ നോ പറയാൻ പറ്റില്ല, മേ ഓർ മേ നോട്ട് കോൺസൈഡ് വിത്ത് ഈച്ച് അതർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 12, the center of gravity is a ratio of dash to dash. The product of centroid and weight to the total weight, the addition of centroid and weight to the total weight, subtraction of the centroid and weight to the total weight, the product of centroid and weight to the total weight, total mass. So center of gravity, it is the ratio of the product of centroid and weight to the total weight എന്നുള്ളതാണ് center of gravity എന്ന് പറയുന്നത്. Option A is the correct answer. Next one, on what the center of gravity of the uniform road in the center of gravity depends upon its material adjacent at the center of its cross sectional area at its middle point. അതിന്റെ ഒരു middle പോയിന്റിലാണ് നമ്മൾ ഇതിന്റെ center of gravity. From the option നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ, at its middle point, option D. Next question, the center of gravity of a triangle is on centroid, circumcenter, anywhere on its surface, none of the above. അപ്പോൾ planar ആയിട്ടുള്ള ഒബ്ജക്ട്സിലൊക്കെ തന്നെ അതിന്റെ സെൻട്രോയിഡിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആയിരിക്കും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ when the body is at the verge of static motion is known as static friction, limiting friction, impinging friction and angle of repose. So ഇത് limiting friction ന്റെ definition ആണ്. The maximum value of static friction when the body is at the verge of static motion. So definitions എല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്ന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, coefficient of sliding friction for rubber on concrete. Concrete le rubber inde coefficient of sliding friction adoru value nammal adonu padichu vekkendadana. It is 0.70. 0.70 is the correct answer. അതേപോലെ coefficient of sliding friction for steel. അപ്പൊ അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള അതിന്റെ coefficient of friction വരുന്ന എത്രയാണ് വാല്യൂ എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. And it is 0.18. Coefficient of sliding friction for steel is 0.18. Next one, the force of friction is given by force of friction expression mu by n, mu n, 2 mu by n, n by mu. n എന്ന് പറയുന്ന നോർമൽ ഫോഴ്സും അതുപോലെ mu എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ആണ് വരുന്നത്. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to mu n എന്നാണ് വരുന്നത്. F is equal to mu n, force of friction F is equal to mu into n. So option B is the correct answer. Next one, what is the cross sectional area of a circular ring of diameter capital D is equal to 38 centimeter and small d is equal to 32 centimeter. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സർക്കുലർ റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഔട്ടർ സർക്കിളും ഒരു ഇന്നർ സർക്കിളും. ഒരു റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതാണ് വരേണ്ടത്. ഒരു ഔട്ടർ സർക്കിൾ ഉണ്ടാവും, ഒരു ഇന്നർ സർക്കിൾ ഉണ്ടാവും. ഔട്ടർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇവിടെ ക്യാപിറ്റൽ ഡി ആയിട്ട് വന്നിട്ടുള്ള 38 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇന്നർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് 32 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ടാവണം എന്നില്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുക, സർക്കുലർ റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇതേപോലെ ഒരു വലിയൊരു സർക്കിളും അതിന്റെ അകത്തുള്ള ഒരു ചെറിയ സർക്കിളും ആ ഒരു ഇത് മനസ്സിലുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് ഡയമീറ്റർ വലിയൊരു ഡയമീറ്ററും ചെറിയൊരു ഡയമീറ്ററും തരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ റിംഗിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ മൈനസ് പൈ സ്മോൾ ആർ സ്ക്വയർ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് radius of the big circle and small r എന്ന് പറയുന്നത് radius of the small circle. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി വരും. 38 ന്റെ പകുതി 19, അതേപോലെ തന്നെ 32 ന്റെ പകുതി എന്ന് പറയുന്നത് 16 ആണ് വരുന്നത്. സോ അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will get ഒരു വാല്യൂ 329 ആണ് അപ്രോക്സിമേറ്റ്ലി. നമുക്ക് ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ നമുക്ക് എന്ത് എടുക്കാം, 330 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എടുക്കാം. സോ ഓപ്ഷൻ ബി is the correct answer. Next one, what is the formula for area of the segment of a circle? സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ തിയറി ക്ലാസ്സിൽ എല്ലാ സർക്കിളിന്റെ എല്ലാ പാർട്സും എലിമെന്റ്സ് ഓഫ് സർക്കിൾ എല്ലാം
കൃത്യമായിട്ട് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ നമുക്ക് അതിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു സെക്ടറിന്റെ ഇതാണ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പോർഷൻ ABDC എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ സെക്ടർ. ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ട് വരിക. Next one, what is the circumference of a semicircle? ഒരു സെമിസർക്കിളിന്റെ സർക്കംഫറൻസ് എന്താണെന്നുള്ളതാണ്. pi r plus 2r pi d by 4 2 pi r square pi d square by 4. അപ്പൊ നോക്കുക, ഒരു സെമിസർക്കിൾ. ഓക്കെ, ഇതിന്റെ റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ റേഡിയസ്, സെമിസർക്കിളിന്റെ റേഡിയസ്, അപ്പൊ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, സർക്കംഫറൻസ് ആണ് അറിയേണ്ടത്. അപ്പൊ ഈ സെൻട്രൽ പോയിന്റ് വരെ 6, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 6, അപ്പൊ 2r ആയി. ഇനി ബാക്കി പറയുന്നത് ഈ ഒരു കർവ്ഡ് പാർട്ടിന്റെ ലെങ്ത് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2 pi r ആണ് അല്ലെ. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ പകുതി അല്ലേ വരുള്ളൂ. അപ്പൊ 2 pi r ന്റെ പകുതി, 2 pi r ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi r. അപ്പൊ ഓൾറെഡി നമ്മൾ ഇവിടെ r plus r പറഞ്ഞു, r plus r plus pi r എന്ന് വരും. ദാറ്റ് ഈസ് 2r plus pi r, അല്ലെങ്കിൽ 2 plus pi into r എന്ന് പറയാം. ഓപ്ഷനിൽ നോക്കുക 2r plus pi r എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ A is the correct answer. Next question, if we add 7xy plus 5yz minus 3zx, 4yz plus 9zx minus 4y, and minus 3xz plus 5x minus 2xy, the answer will be. ആൽജിബ്രയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയണം, നമുക്ക് സെയിം ആയിട്ട് വരുന്ന ലൈക്ക് ടേംസ് വരുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പൈൻ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക, xy എന്ന് വരുന്നത് വേറെ ഏതെങ്കിലും ഉണ്ടോ? അപ്പൊ 7xy യും minus 2xy എന്ന് വരുന്നുണ്ട് അല്ലെ. 7xy minus 2xy, അപ്പൊ അത് 5xy ആവും. അടുത്തത് yz എന്ന് വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? yz, യെസ്, ഇവിടെ 4yz ഉണ്ട്. അപ്പൊ 5yz പ്ലസ് ഇത് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്ലസ് 4yz, 5 plus 4, അപ്പൊ അത് 9 എന്ന് വരും. അടുത്തത് മൈനസ് zx ആണ്. zx എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്. minus 3zx plus 9zx എന്ന് വരുന്നുണ്ട്. minus 3zx ഉം അതേപോലെ തന്നെ plus 9zx ഉം. ഇവിടെ വീണ്ടും ഒരു minus 3xz, zx ഉം സെയിം തന്നെയാണ്. അപ്പോ നമുക്ക് അവിടെ എത്രയാ വരിക, minus 6 വരും. minus 6 ഉം plus 9 ഉം, അപ്പൊ എന്താ വരിക, 3 വരും, 3zx വരും. ഇനി അടുത്ത് എന്താ ടേം, ഇവിടെ ഒരു minus 4y ഉണ്ട്, വേറെ y-യുടെ ടേം മാത്രമായിട്ടൊന്നുമില്ല, പിന്നെ ഒരു 5x മാത്രമുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് തരുമ്പോ ലൈക്ക് ടേംസിനെ മാത്രം പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് ചേർത്ത് സാധാരണ നമ്മൾ നമ്പർ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. അല്ലാത്ത ടേംസിന് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് xy യും yz കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ xy യും zx കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുപോലെ ലൈക്ക് ടേംസ് മാത്രം എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. So here the correct answer is option A. Next one, evaluate 2.39 square minus 1.61 square divided by 2.39 minus 1.61. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് എങ്ങനെ ആൻസർ ചെയ്യുന്നു തോന്നും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോമിലേക്ക് ആക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, 2.39 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇതിന് നമ്മളൊരു A, 2.39 നമ്മളൊരു A എന്നും അതേപോലെ 1.61 നമ്മളൊരു B എന്നും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ വരിക, A സ്ക്വയർ എന്ന് നമുക്ക് ഇതിന് എഴുതാലോ, മൈനസ് B സ്ക്വയർ divided by a minus b. ഇനി ഇങ്ങനെ നമുക്ക് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാം a square minus b square എന്ന് പറയാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, a plus b into a minus b എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഈ a minus b യും a minus b യും ക്യാൻസൽ ആയി പോകും, ബാക്കി a plus b മാത്രം വരും. a യുടെ വാല്യൂ ആണ് 2.39, b യുടെ വാല്യൂ ആണ് 1.69. അത് കൊടുത്തു കഴിഞ്ഞാൽ we will get the answer as 4, option B. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഓർമ്മ വരണം. Next one, the algebraic expression 8a plus 6b minus 9c. It is a monomial, binomial, trinomial, none of them. നോക്കൂ, ഈ ഒരു എക്സ്പ്രഷനിലെ എത്ര ടേംസ് നമ്മൾ വന്നിട്ടുണ്ട്, എയുടെ ഒരു ടേം, ബി എന്ന് പറഞ്ഞ ഒരു ടേം, സി, അതായത് 8a 6b 9c അല്ലെ, 3 ടേംസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ട്രൈനോമിയൽ. ഇറ്റ് ഈസ് an algebraic expression with 3 terms, so it is a trinomial. Option C is the correct answer. And the last question, the sum of ages of 5 children born at the interval of 3 years each is 50 years. What is the age of the youngest child? That is നമ്മൾ ഈ algebraic expressions വെച്ചിട്ടുള്ള ഒരു application ലെവലിലുള്ള ഒരു question ആണ്, problem of ages എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് sum of ages of 5 കുട്ടികളുടെ വയസ്സിന്റെ സം ആണ് പറഞ്ഞിരിക്കുന്നത്, born at interval of 3 years.
അപ്പൊ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത് 3 വർഷത്തെ ഇന്റർവെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സം ആണ് 50 തന്നിട്ടില്ല. അതിൽ ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കുട്ടിയുടെ ഏജ് എക്സ് ആയിട്ടും അടുത്തത് x+3 x+6 കാരണം 3 വയസ്സ് ഇന്റർവെല്ലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് x+3 x+6 x+9 x+12 5 പേരുടെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാം. ആദ്യത്തെ ഒരു കുട്ടിയുടെ എക്സ് ആയിട്ട് എടുത്തു. അടുത്തത് 3 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത കുട്ടി വരുന്നത്. അപ്പൊ x+3 അടുത്തത് x+6 x+9 x+12 5 പേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. സം എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 50 years എന്നാണ് തന്നിരിക്കുന്നത്. ഇവരുടെ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ 50 years കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് = 50 എഴുതുക. ഇനി നമുക്ക് നോക്കാം ഇവിടെ എത്ര എക്സ് വരുന്നുണ്ട്. എത്ര എക്സ് വരുന്നുണ്ട്? 1 2 3 4 5 5x. ബാക്കി ഈ വരുന്ന ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 12 + 9 + 6 + 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടും. സോ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 50 - 30 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5x = 20 ആൻഡ് x = 4. ഓക്കെ, അപ്പൊ നമ്മൾ x എന്ന് പറഞ്ഞ 4 എടുത്തു അല്ലെ. അപ്പോ ഇതിൽ നോക്കുക, ഇതാണ് ഓരോ കുട്ടികളുടെയും പ്രായം. x x+3 x+6 x+9 x+12. അപ്പൊ അതിൽ ഏറ്റവും ചെറിയ പ്രായം ഏതായിരിക്കും? എക്സ് ആയിരിക്കില്ലേ. അപ്പൊ നമുക്ക് 4 ആൻസർ കിട്ടും. സപ്പോസ് ഈ ചോദ്യത്തില് ഏറ്റവും എൽഡസ്റ്റ് ചൈൽഡിന്റെ ആണ് ഏജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടിയിട്ടുള്ള ആൻസറിന്റെ കൂടെ 12 ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എല്ലാ ടോപ്പിക്സിലും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് ഇപ്പൊ നോക്കിയത്. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.